നാറ്റോ കമാൻഡ് സെന്ററുകളിൽ നിന്ന് 200ഓളം അമേരിക്കൻ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ നാറ്റോയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണതോടെയാണ് ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ട്രംപിന്റെ നിർദ്ദേശമെന്നാണ് സൂചന. ഐസൺ, ഇതിന്റെ വിവരങ്ങൾ കൂടി. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്, ഗ്രീൻലൻഡ് വിഷയത്തിൽ നാറ്റോയുമായുള്ള ഒരു ആശയപ്രശ്നം അല്ലെങ്കിൽ ഒരു സംഘർഷം കൃത്യമായി നിലനിൽക്കുന്നുണ്ട് അമേരിക്ക എന്നത് യാഥാർത്ഥ്യമാണ്. ഈ നാറ്റോ രാജ്യങ്ങളുടെ ഒരു സംഘമാണ് കൃത്യമായും ഈ ഇവിടേക്ക് പ്രവേശിച്ചത്, അതായത് ഗ്രീൻലൻഡിലേക്ക് എത്തിയത്. ഗ്രീൻലൻഡിൽ നാറ്റോ രാജ്യങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്പം വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഫെബ്രുവരി 1 മുതൽ നാറ്റോ അംഗങ്ങൾ കൂടിയായ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾക്ക് 10% അധിക താരിഫ് ചുമത്താനുള്ളൊരു തീരുമാനവും വന്നിരുന്നു. അത്തരത്തിൽ നാറ്റോയുടെ നീക്കം തങ്ങളുടെ അധിനിവേശ നീക്കങ്ങൾക്കെതിരായി മാറുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായും നാറ്റോയുമായി സഹകരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകണമെന്ന ഒരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് 200ഓളം ഉദ്യോഗസ്ഥരെ, അത് പലതരത്തിലുള്ള പൊസിഷനുകളുള്ള ഡിഫൻസ് അറ്റാഷകളുണ്ട്, അത്തരത്തിലുള്ള പൊസിഷനുകളുള്ള വിവിധ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനുള്ള 200ഓളം ഉദ്യോഗസ്ഥരെ പല ഇൻ്റലിജൻസ് കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങളിൽ നിന്നെല്ലാം തന്നെ പിൻവലിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. രഹസ്യമായി നടക്കുന്ന ഈ നീക്കം സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ തന്നെ കൃത്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് നാറ്റോയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ എന്ന സംശയം പോലും വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ ഒരു സ്വഭാവം, അതായത് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ അധിനിവേശ സ്വഭാവങ്ങൾക്കോ അതല്ലെങ്കിൽ താരിഫ് യുദ്ധങ്ങൾക്കോ എതിരായൊരു നീക്കം ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ രാഷ്ട്രങ്ങളുമായി സംഘർഷത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ വെല്ലുവിളികളിൽ ഏർപ്പെടുക എന്ന ഒരു രീതി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 200ഓളം ഇത്തരം ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയും അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ ഷെയർ ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കും അത് ആഗോള രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ആഗോള സമാധാനത്തെ ബാധിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടോ ഇത് സൈൻ ചെയ്തു എന്നൊരു റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വരുന്നതെങ്കിൽ കൂടി ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളോ ഒന്നും തന്നെ അത്തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. മണിക്കൂറുകൾക്ക് മുമ്പാണ് പല മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗൗരവമേറിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അമേരിക്കയുടെ നീക്കം ഏത് രീതിയിലാണ് ഇത്തരത്തിൽ 200ഓളം ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ പദവികളുള്ള പൊസിഷൻസ്, അതായത് ആ പദവികൾ തന്നെ ഇല്ലാതാക്കുക, തസ്തിക തന്നെ ഇല്ലാതാക്കുക എന്നൊരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ദുർഗാലക്ഷ്മി. ശരി ഐസൺ, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.